ഫുഡ് അലർജി കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിനൊരു ഹിസ്റ്ററി ചോദിക്കുന്ന സമയത്ത് മിക്കവരും പറയുന്നത് പ്രത്യേകിച്ചൊന്നും തന്നെ കഴിച്ചിട്ടില്ല, സാധാരണ കഴിക്കുന്നതൊക്കെ തന്നെ കഴിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു സാധനത്തിനോട് അലർജി ഉണ്ടാകുന്നു. അപ്പോൾ അത് ഫുഡ് തന്നെ വേണമെന്നില്ല, വേറെ എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു അലർജി ഉണ്ടാകുന്നത് ചെറുതിൽ തന്നെ വരണമെന്നില്ല, എപ്പോൾ വേണമെങ്കിലും നമ്മൾ അതിനോട് അലർജിക്കാകാം. ഇത് നമ്മുടെ ഒരു ഹെറിഡിറ്ററി ടെൻഡൻസി, അതുപോലെ നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫുഡ് അലർജിയെ പറ്റിയിട്ട് കൂടുതലായിട്ട് നോക്കാം. ഇപ്പോൾ ഫുഡ് അലർജിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം ഈ ഫുഡിലുള്ള ചില പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻസിനെതിരെ ബോഡി റിയാക്ട് ചെയ്യും. അതായത് ഈ ഫുഡിലുള്ള പ്രോട്ടീൻസിനെ നമ്മുടെ ശരീരം നമുക്ക് ദോഷകാരികളായിട്ട് തെറ്റിദ്ധരിച്ച് അതിനെതിരെ ബോഡി റിയാക്ട് ചെയ്യുമ്പോഴാണ് ഫുഡിനോട് അലർജി ഉണ്ടാകുന്നത്. ഈ ബോഡി റിയാക്ട് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ചില കെമിക്കൽസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിസ്റ്റമിൻ പോലത്തെ കെമിക്കൽസാണ് ഈ അലർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്നത്. അപ്പോൾ ഫുഡ് അലർജിയിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് 3 സ്ഥലത്താണ്. അതായത് നമ്മുടെ ദഹന വ്യവസ്ഥ, GIT-യിൽ, ശ്വസന വ്യവസ്ഥ, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ, അതുപോലെ സ്കിന്നിൽ. അപ്പോൾ ഇത്രയും ഏരിയാസിലായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. അപ്പോൾ ഫുഡ് അലർജിയിൽ കൂടുതലായിട്ടും സ്കിന്നിലായിരിക്കും ലക്ഷണങ്ങൾ വരുന്നത്. സ്കിന്നിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ചൊറിച്ചിലുണ്ടാകാം, ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് പൊങ്ങി വരാം. അത് എവിടെ വേണമെങ്കിലും വരാം. കൂടുതലും മൗത്തിന്, വായ്ക്ക് ചുറ്റുമായിട്ടായിരിക്കും വരുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണെങ്കിൽ ചിലർക്ക് മൂക്കൊലിപ്പ് പോലെ കാണാം, ചിലർക്ക് ശ്വാസം മുട്ടായിരിക്കും. ഫുഡ് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശ്വാസം മുട്ട്, പിന്നെ ആസ്മ പോലെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. ഇനി ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്നതാണ് വയറുവേദന, വയറിളക്കം, അല്ലെങ്കിൽ ഓക്കാനോ ഛർദി പോലത്തുള്ള ലക്ഷണങ്ങൾ. ഈ പറഞ്ഞ ലക്ഷണങ്ങളല്ലാതെ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ഈ ശ്വാസം മുട്ട് നല്ല ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. ഒട്ടും ഫുഡ് കഴിക്കാനോ ശ്വാസം എടുക്കാനോ പറ്റാത്തൊരവസ്ഥയിലെത്തുന്നു. അല്ലെങ്കിൽ തലകറക്കം, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പൾസ് റേറ്റിൽ, ഹാർട്ട് റേറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കെയർഫുള്ളായിരിക്കണം. കാരണം അനാഫലൈറ്റിക് ഷോക്ക് എന്ന് പറയുന്നൊരു കണ്ടീഷനിലേക്ക് പോവുകയാണ്. അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അലർജി ഉണ്ടാക്കുന്ന ഫുഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏത് ഫുഡിനോട് വേണമെങ്കിലും നമുക്ക് അലർജി ഉണ്ടാകാം. ഏത് സമയത്ത് വേണമെങ്കിലും ഈ അലർജി വരാം. നമ്മൾ മുന്നേ ഒരു കുഴപ്പമില്ലാതെ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡായിരിക്കാം, പക്ഷേ അതിനോട് പിന്നീട് നമുക്ക് അലർജി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എനിക്ക് അലർജി ഉണ്ടാക്കുന്ന ഫുഡായിരിക്കണം എന്നില്ല മറ്റൊരാൾക്ക് അലർജി ഉണ്ടാക്കുന്നത്. പക്ഷേ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില ഫുഡുണ്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് പറയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പശുവും പാല്. മിക്ക ആൾക്കാരിലും അലർജി ഉണ്ടാക്കുന്നത് ഈ പശുവും പാലാണ്. പശുവും പാൽ കഴിക്കുമ്പോൾ ചിലർക്ക് ഇങ്ങനെ ലൂസായിട്ട് പോകാറുണ്ട്. എപ്പോൾ കഴിച്ചാലും ലൂസായിട്ട് പോകാറുണ്ട്. പക്ഷേ അത് അലർജി ആവണമെന്നില്ല. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. പാല് ദഹിപ്പിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചൊറിഞ്ഞ് തടിക്കൽ, ശ്വാസം മുട്ടൽ, അങ്ങനത്തെ ഉള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പാലുമായിട്ട് ബന്ധപ്പെട്ട അലർജിയുണ്ട്. പശുവും പാലെന്ന് പറയുമ്പോൾ പാല് ചേർത്ത് വരുന്ന മറ്റ് പ്രോഡക്റ്റുകൾ, അതായത് ബട്ടർ, ചീസ്, തൈര്, പാൽപ്പൊടി, ഇങ്ങനെ ഏതിനോടും അലർജി ഉണ്ടാകാം. പാൽ അലർജി ഉള്ളവർക്ക് ഈ പറഞ്ഞ ഏത് പ്രോഡക്റ്റിനോട് വേണമെങ്കിലും അലർജി ഉണ്ടാകാം. അടുത്തൊരു അലർജി ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഗോതമ്പാണ്. ഗോതമ്പിനകത്തുള്ള പ്രോട്ടീൻ കാരണം അലർജി ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന ലക്ഷണങ്ങൾ ഛർദി, അല്ലെങ്കിൽ ശരീരത്തിൽ നീര് വരിക, ചൊറിച്ചിൽ, അങ്ങനത്തെ ലക്ഷണങ്ങളായിരിക്കും ഈ ഗോതമ്പ് അലർജിയിൽ കാണിക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മുട്ട. അപ്പോൾ മുട്ടയെന്ന് പറയുമ്പോൾ മുട്ടയുടെ വൈറ്റിലുള്ളതും മഞ്ഞക്കരുവിലുള്ളതും 2 തരം പ്രോട്ടീനാണ്. അപ്പോൾ ചിലർക്ക് വൈറ്റിനോടായിരിക്കും അലർജി, ചിലർക്ക് മുട്ടയുടെ മഞ്ഞയോടായിരിക്കും അലർജി. അപ്പോൾ വൈറ്റിനോട് അലർജി ഉള്ളവർക്ക് മഞ്ഞ കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകണം എന്നില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം, വൈറ്റിനോടാണോ മഞ്ഞയോടാണോ അലർജി എന്നുള്ളത്. ഇപ്പോൾ മുട്ട അലർജി ഉള്ളവർക്കാണെങ്കിൽ മുട്ട ചേർത്ത് വരുന്ന മറ്റ് സാധനങ്ങൾ, അതായത് കേക്ക്, ബിസ്ക്കറ്റ് പോലുള്ള സാധനങ്ങൾ ഇതിനോടും അലർജി ആയിരിക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പേസ്ട്രി ഐറ്റംസ്. അതായത് നമ്മൾ കേക്ക് ഉണ്ടല്ലോ, ഈ ബർത്ത്ഡേക്കൊക്കെ കട്ട് ചെയ്യുന്ന അതുപോലുള്ള കേക്കിനോട് അലർജി ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനകത്ത് ഇതുപോലെ ചൊറിച്ചിലോ അല്ലെങ്കിൽ വയറിളക്കം, വയറുവേദന പോലുള്ള സിംറ്റംസ്, ലക്ഷണങ്ങൾ കാണിക്കാം. പിന്നീട് ഒന്ന് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി മിക്കവർക്കും അലർജി ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ്. അപ്പോൾ കപ്പലണ്ടി, അതുപോലെ നട്ട്സ് ഐറ്റംസ് ആയിട്ടുള്ള ആൽമണ്ട്, പിസ്ത, കാഷ്യൂ പോലത്തുള്ള നട്ട്സ്, അത് ചേർന്ന് വരുന്ന ഓയിലുകൾ, ആൽമണ്ട് ഓയിൽ പോലത്തെ ഓയിൽ, അല്ലെങ്കിൽ ഈ പിസ്ത, കാഷ്യൂ ഒക്കെ ചേർന്ന് വരുന്ന ബട്ടർ ഉണ്ടല്ലോ, പീനട്ട് ബട്ടർ, അതൊക്കെ അലർജി ഉണ്ടാക്കാവുന്നതാണ്. മീറ്റ് ഐറ്റംസിനകത്ത് ചിക്കൻ അലർജി ഉണ്ടാക്കുന്ന പൊതുവെ കുറവാണ്. ചിക്കനോട് അലർജിയുള്ള കേസുകൾ പൊതുവെ കുറവാണ്. ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ബീഫിനോട് അലർജി ഉള്ളതായിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നീട് പോർക്കിനോടും അലർജി ഉള്ളവരുണ്ട്. ഇനി ഫിഷ് ഐറ്റംസിനകത്ത് അയല, ചൂരയാണ് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന മീനുകൾ. പിന്നീട് നമ്മുടെ ഷെൽ ഫിഷ്, ഞണ്ട്,
കക്ക, കൊഞ്ച് പോലത്തുള്ള ഷെൽ ഫിഷ്. ഇത് ഭയങ്കരമായിട്ട് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഫിഷ് ഐറ്റംസാണ്. ഇപ്പോൾ പാലിനോടുണ്ടാകുന്ന അലർജി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അതിന് ശേഷം കൂടുതലായി കണ്ടിട്ടുള്ളത് ഈ കക്ക, ഞണ്ട്, കൊഞ്ച് ഇതുമൂലം ഉണ്ടാകുന്ന സ്കിന്നിൽ ഉണ്ടാകുന്ന അലർജിയുടെ ലക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു അലർജിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അലർജി ഉണ്ടാക്കുന്ന ഫുഡ് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ ഒരു ബെറ്ററായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ. അലർജി ഉണ്ടാകുന്ന ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ കഴിഞ്ഞ ഒരാഴ്ചയിൽ കഴിച്ച ഫുഡ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഏത് കഴിച്ചപ്പോഴാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുക, അപ്പോൾ അത് വീണ്ടും കഴിക്കുമ്പോൾ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ പിന്നെ സ്കിൻ പ്രിക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഈ ഫുഡിനകത്തുള്ള പലതരം പ്രോട്ടീനുകളുണ്ടല്ലോ, ഇത് സ്കിന്നിൽ ഓരോ ഏരിയയിലായിട്ട് കുത്തിവെച്ചിട്ട് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. അത് ഒരു ടെസ്റ്റാണ്. അല്ലെങ്കിൽ പിന്നെ ഓറലി കഴിക്കാൻ കൊടുത്തിട്ട് അങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ IgE ടെസ്റ്റ്, അത് അലർജിയിലുണ്ടാകുന്ന ആൻറ്റിബോഡിയാണ് IgE. അപ്പോൾ IgE ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റിൽ നോക്കാറുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് അലർജി ഉണ്ടാകുന്നതെന്ന് നമ്മൾ സ്വയം ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതിനെ ഒന്ന് മാറ്റി നിർത്താനായിട്ടും കൂടെ ശ്രമിക്കുക. കാരണം ആ അലർജിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ അലർജി ഉണ്ടാക്കുന്ന ഫുഡിനെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളത്. അലർജി കേസുകളിൽ മെഡിസിൻ കഴിക്കുന്നതിനോടൊപ്പം ഡയറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരുവിധം കോമണായിട്ട് അലർജി ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുള്ള ഫുഡാണ് നമ്മൾ പറഞ്ഞത്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കെല്ലാവർക്കും അത് യൂസ്ഫുള്ളായിരിക്കും.